ലീമ നഗരത്തിൽ 1579 കടുത്ത വിവേചനങ്ങൾക്കിടയിലായിരുന്നു യൂറോപ്യനായ ഡോൺ ജുവാൻ ഡി പോറസ് എന്ന പ്രഭുവിൻ്റെയും നീഗ്രോ ആയിരുന്ന അന്ന വെലാസ്ക്വസിന്റെ മകനായി മാർട്ടിൻ ജനിച്ചത്. മാർട്ടിൻ അമ്മയെപ്പോലെയും സഹോദരി ജുവാന അച്ഛനെപ്പോലെയുമായിരുന്നു. വർണ്ണവിവേചനങ്ങളുടെ മുറിവുകൾ കുഞ്ഞുനാളിലെ ആഴമായി പതിഞ്ഞ അവന്റെ ഹൃദയം ദരിദ്രരോടും ചൂഷണം ചെയ്യപ്പെടുന്നവരോടും ക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും പ്രചരിപ്പിക്കാൻ വെമ്പിക്കൊണ്ടിരുന്നു. 13-ാം വയസ്സിൽ ഒരു ഡോക്ടറുടെ സഹായിയായി സേവനം ചെയ്ത അദ്ദേഹം 15-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ഒരു അൽമായനായി ചേർന്ന് അങ്ങേയറ്റം സ്നേഹത്തോടും ത്യാഗത്തോടും കൂടെ രോഗീ ശുശ്രൂഷയിൽ വ്യാപൃതനായി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ തീക്ഷ്ണതയും ഉപവിപ്രവർത്തനങ്ങളും മാനിച്ച് 9 വർഷങ്ങൾക്ക് ശേഷം സന്യാസ സഹോദരനായി വ്രതവാഗ്ദാനം ചെയ്യാൻ അദ്ദേഹത്തിന് അനുമതി നൽകപ്പെട്ടു. ആഫ്രിക്കയിലെ അടിമകൾക്കായി അനാഥശാല സ്ഥാപിക്കുകയും പ്രതിഫലേച്ഛ കൂടാതെ രോഗികൾക്ക് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം പകരുകയും ചെയ്ത അദ്ദേഹത്തെ ഉപവിയുടെ മാർട്ടിൻ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത്. വെറും സ്പർശനം കൊണ്ടോ കുരിശടയാളം കൊണ്ടോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആ മഹാവിശുദ്ധൻ പ്രാർത്ഥനാവേളയിൽ ആത്മാവിൽ ലയിച്ച് വായുവിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നു. ദ്വിസ്ഥല സാന്നിധ്യത്തിന്റെ വരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. നീഗ്രോ എന്നും വിലകെട്ടവനെന്നും വിളിച്ച് ലോകം എഴുതിത്തള്ളിയ അദ്ദേഹം 60-ാം വയസ്സിൽ മരിച്ചപ്പോൾ ലീമ മുഴുവൻ വിലപിക്കത്തക്ക ഉയർച്ചയിലേക്ക് ദൈവം തന്റെ എളിയദാസനെ ഉയർത്തിയിരുന്നു.